ഇന്നത്തെ വീഡിയോ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനേഴ്സ് ഷോപ്പിനെ കുറിച്ചിട്ടാണ്. നമുക്കെങ്ങനെയാണ് ഈ ഒരു ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീൻ ഷോപ്സ് യൂസ്ഫുൾ ആവുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ UK വരുന്നവർക്ക് ഇപ്പം മെയിൻലി ഷെയർഡ് അക്കോമഡേഷൻ ഉള്ളവർ കാണാം, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ കാണാം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മെയിൻലി നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നമ്മൾ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനേഴ്സ് ഷോപ്സ് നിയർ അവൈലബിൾ എന്നൊക്കെ അടിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്സ് നമുക്ക് അവൈലബിളായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഷോപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി ബ്ലാങ്കറ്റ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴുകണമെങ്കിലോ നമ്മുടെ സാധാരണ ക്ലോത്ത്സൊക്കെ കഴുകണമെങ്കിലോ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലോണ്ടറി ഷോപ്പാണിത്. ഇങ്ങനെയുള്ള ഷോപ്സിൽ അറൗണ്ട് 10 to 20 വാഷിംഗ് മെഷീൻസ് കാണും. അപ്പം നമുക്ക് സ്മോൾ വേണോ അങ്ങനെ ഏതാണെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഓരോ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഏതിനകത്താണ് ഇടേണ്ടത്. അതുപോലെ നമ്മുടെ ക്ലോത്ത്സ് ഇപ്പം സ്മോൾ യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ്, മീഡിയം യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ്, ലാർജ് യൂസ് ചെയ്യുന്ന റേറ്റ് എല്ലാം ഇവിടെ തന്നെ കാണും. അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കിപ്പം കുറച്ച് ക്ലോത്ത്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ വാഷിംഗ് മെഷീൻ്റെ അവൈലബിലിറ്റി മതി. അത് 5 pounds തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മീഡിയം നമുക്ക് കുറച്ച് കൂടുതൽ തുണിയുണ്ടെങ്കിൽ മീഡിയം നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ കുറച്ച് വലിയ ക്ലോത്ത്സ്, അതായത് നമുക്ക് ജാക്കറ്റ്സുകൾ, ബ്ലാങ്കറ്റ്സ്, അതുപോലെ ഡുവറ്റ്സ് ഒക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ വലിയ വാഷിംഗ് മെഷീനും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് ആവും. അത് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ചൂസ് ചെയ്ത് എടുക്കുക. പിന്നെ ഇവിടെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓവർലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. പിന്നെ CC ക്യാമറയൊക്കെ ഫുൾ നിങ്ങളെ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോയെടുത്ത് നമ്മൾ തന്നെയാണ് നമുക്ക് ലോണ്ടറി ലിക്വിഡും ലോണ്ടറി കണ്ടീഷണേഴ്സും ഒക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പോയൊരു സ്ഥലത്ത്, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, നേരത്തെ പോയ സ്ഥലത്ത് അവിടെ തന്നെ ലോണ്ടറി ലിക്വിഡും കണ്ടീഷണേഴ്സും കിട്ടുമായിരുന്നു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാനത് കണ്ടില്ല. പിന്നെ അതുപോലെ നമ്മുടെ ക്ലോത്ത്സിൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ വൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പം അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. അല്ലാതെ ചില സ്ഥലങ്ങളിൽ കോയിൻസ് മാത്രം എടുക്കുന്ന സ്ഥലങ്ങൾ കാണും. അതായത് 1 pound അങ്ങനെ പൗണ്ട്സ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി കോയിൻസ് ഇട്ട് വേണം നമ്മൾ കഴുകാനായിട്ട്. പക്ഷേ ഇവിടെ കാർഡും കൂടെ അവൈലബിൾ ആയതുകൊണ്ട് നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ടും അവൈലബിൾ ആണ്. കാർഡ്സും യൂസ് ചെയ്യും, അതുപോലെ തന്നെ കോയിൻസും യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊണ്ടുവരുന്ന ക്ലോത്ത്സ് അനുസരിച്ചിട്ട് നമ്മുടെ ക്ലോത്ത്സിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് എത്ര രൂപയാവുന്നൊക്കെ ഉള്ളത് ഈ ഒരു മെഷീനിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ കൺഫ്യൂഷനൊന്നുമില്ല. ഞാൻ വന്നതൊരു ബ്ലാങ്കറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു അറൗണ്ട് 8 to 10 pounds വരെ വരും. UK സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് പുതിയതായിട്ട് വന്നവർക്കും സ്റ്റുഡൻ്റായിട്ട് വന്നവർക്കും അതുപോലെ തന്നെ ഷെയർഡ് അക്കോമഡേഷനിൽ വാഷിംഗ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ്. നമുക്ക് നമ്മളുടെ ഒരു പ്രൈവസി അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി അവിടെ നമ്മുടെ സമയമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പോയി വാഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.